കരൂരിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സച്ചിൻ വള്ളിക്കാട് ചേരുകയാണ്. സച്ചിൻ, ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് മുഴുവൻ പേരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി എന്നുള്ളതാണ്. നേരത്തെ 38 പേരായിരുന്നു, ഇപ്പോൾ 40 പേർ മരിച്ചിരിക്കുന്നു. അവസാനമായി കെവിൻ എന്ന കരൂർ സ്വദേശി തന്നെയാണ് മരിക്കുകയും ചെയ്തത്. എന്താണിപ്പോൾ അവിടെ നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? നിലവിൽ ചികിത്സയുള്ളവരുടെ ആരോഗ്യാവസ്ഥ എങ്ങനെയുണ്ട്? ആരുടെയൊക്കെ അവസ്ഥ ഇപ്പോൾ ഗുരുതരമാണ്? സിജു, തീർച്ചയായും ഞാനിപ്പോൾ നിൽക്കുന്നത് ഇന്നലെ വൈകിട്ട് ദുരന്തം നടന്ന പ്രദേശത്താണ്. ഇവിടെ നമ്മൾ ഇന്നലെ രാത്രി തന്നെ ദൃശ്യങ്ങളിലൊക്കെ കാണുന്നത് പോലെ വേലുസ്വാമിപുരം എന്ന ഈ പ്രദേശത്താണ് വിജയുടെ റാലി സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിൻ്റെ നിരവധി ചെരുപ്പുകളും അതേപോലെ തന്നെ ഫ്ലക്സ് ബോർഡുകളടക്കം നശിച്ചതിൻ്റെ അവശിഷ്ടങ്ങളാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു ദാരുണമായ ദൃശ്യം തന്നെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം നിരവധി ആളുകളുടെ പിഞ്ചു കുട്ടികളുടെ ചെരുപ്പുകളുണ്ട്, അതുപോലെ തന്നെ സ്ത്രീകളുടെ ചെരുപ്പുകളുണ്ട്, മറ്റ് ഫ്ലക്സ് ബോർഡുകൾ. ഈ പ്രദേശത്ത് രണ്ട് ഭാഗവും നമ്മൾ ഗുജറാത്തിലൊക്കെ മോദിയുടെ പരിപാടിക്കൊക്കെ പഴയ വീടുകളൊക്കെ മറയ്ക്കാൻ വേണ്ടി വലിയ കൂറ്റൻ ബോർഡുകൾ വെക്കുന്നതിന് സമാനമായ രീതിയിൽ തന്നെയാണ് വിജയുടെ പരിപാടിയുടെ ഭാഗമായി റോഡിന് ഇരുവശത്തും ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചത്. അതിനാൽ തന്നെ പെട്ടെന്ന് ഒരു അത്യാവശ്യ ഘട്ടത്തിൽ പോലും പുറത്തേക്ക് കടക്കാൻ പറ്റാത്ത സാഹചര്യത്തിലുള്ള ഫ്ലക്സ് ബോർഡുകളായിരുന്നു ഈ പരിപാടിയുടെ ഭാഗമായിട്ട് സ്ഥാപിച്ചിട്ടുള്ളത്. അതൊക്കെ കൂടുതലും ഈ പ്രവർത്തകർ ഇത്തരത്തിൽ ഒരു ദാരുണമായ അപകടം ഉണ്ടായപ്പോൾ തന്നെ കുറേ ഭാഗങ്ങളൊക്കെ കീറി എറിഞ്ഞുകൊണ്ടാണ് കുറേ പേർ രക്ഷപ്പെടാൻ ശ്രമിച്ചതും. എന്നാൽ പോലും 40ഓളം ജീവനുകൾ പൊലിഞ്ഞിട്ടുണ്ട്. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് അതുതന്നെയാണ്. കാരണം വലിയ ഒരു ഭീകരത തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇന്നലെ സംഭവം നടന്നതിന് ശേഷം തന്നെ ഈ പ്രദേശത്ത് പോലീസിൻ്റെ നേതൃത്വത്തിൽ ഈ നിരീക്ഷണം ശക്തമാക്കിയിരുന്നു. അത് പ്രധാനമായും ഈ ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ രീതിയിലുള്ള അന്വേഷണം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ജുഡീഷ്യൽ റിട്ടയർഡ് ജഡ്ജ് ഉൾപ്പെടെയുള്ളവരെ ഉൾപ്പെടുത്തിയാണ് അന്വേഷണം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. അത് ഇന്നലെ തന്നെ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ അത് വ്യക്തമാക്കിയത് തന്നെയാണ്. അത്തരത്തിൽ കർശനമായ പരിശോധന നടക്കുന്നതിനാൽ അവശിഷ്ടങ്ങൾ ഒരു തെളിവ് പോലും നഷ്ടപ്പെടാൻ പാടില്ല എന്നതുകൊണ്ട് തന്നെയാണ് കൃത്യമായ രീതിയിൽ പോലീസ് ഇവിടെ നിരീക്ഷണം ഏർപ്പെടുത്തി പോലീസിൻ്റെ പരിശോധനകൾ ഇന്ന് രാവിലെ നടന്നിരുന്നു.